ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. അല്ലെ? അതായത് താഴെ എന്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെന്ന് മനസ്സിലായോ? അതായത് ഇന്ത്യ രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. അക്ബറുടെ സദസ് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് വില്യം ഹോക്കിൻസ്. ശരിയാണോ? അക്ബറുടെ സദസ് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ വില്യം ഹോക്കിൻസ് ആണ്. ശരിയോ തെറ്റോ? എന്താണിത്? ഇത് തെറ്റാണ്. വില്യം ഹോക്കിൻസ് ആണോ? വില്യം ഹോക്കിൻസ് അല്ല. അക്ബറുടെ സദസ് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. ഓക്കെ, ആരായിരുന്നു? റാൽഫ് ഫിച്ച് ആണ് കേട്ടോ. റാൽഫ് ഫിച്ച് ആണ്, മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ് അക്ബറുടെ സദസ് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. ഓക്കെ, അടുത്തത്, ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്ത് ആണ്. ശരിയല്ലേ? അത് ശരിയാണ്. അടുത്ത നോക്കൂ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ് സെയിന്റ് ആഞ്ചലോസ് കോട്ട. ശരിയാണോ? തെറ്റ്. സെയിന്റ് ജോർജ് കോട്ടയാണ്. ആഞ്ചലോസ് കോട്ടയല്ല, സെയിന്റ് ജോർജ് കോട്ടയാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്, അഞ്ചുതെങ്ങ് അല്ല. ഉറപ്പല്ലേ? അപ്പൊ 2 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. 2 മാത്രമാണ് ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. അല്ലെ? അതായത് അലക്സാണ്ടറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. അദ്ദേഹം അതായത് ഒരു മാർഗദർശിയായിട്ടുള്ള ഇംഗ്ലീഷുകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അത് മാത്രമല്ല, മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ച വ്യക്തിയാണ് വില്യം ഹോക്കിൻസ്. അക്ബർ അല്ല, ജഹാംഗീർ ആണ്. അപ്പൊ അതും കൂടി ഒരു ചെറിയൊരു തിരുത്തലുണ്ട് അവിടെ. എന്താണ്? അക്ബറുടെ സദസ്സ് സന്ദർശിച്ചത് മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. എന്നാൽ ജഹാംഗീറിന്റെ സദസ്സ് ആരാണ്? അത് വില്യം ഹോക്കിൻസ് ആണ്. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടാ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ച ശരിയായ വസ്തുതകൾ വിലയിരുത്തുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ വേഗം കണ്ടുപിടിച്ചോളൂ. ഏതൊക്കെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചുള്ള ശരിയായ വസ്തുത? നോക്കാം അല്ലെ നമുക്ക്. ആദ്യത്തെ പോയിന്റ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600-ലാണ്. ആണ്, ശരിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ നാമം ജോൺ കമ്പനി എന്നായിരുന്നു. അതും ശരിയാണ്. ശരിയല്ലേ? വളരെ ശരിയാണ്. അടുത്തത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്ന സമയത്ത് ഇന്ത്യൻ ചക്രവർത്തി ജഹാംഗീർ ആയിരുന്നു. ശരിയാണോ? 1600-കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുമ്പോൾ ജഹാംഗീർ അല്ല ചക്രവർത്തി. ആരാണ്? അക്ബർ ആയിരുന്നു. അക്ബർ ചക്രവർത്തി ആയിരുന്നു. ആരായിരുന്നു? അക്ബർ ആയിരുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കൂ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമായിരുന്നു എന്ത്? ആദ്യത്തെ നിയമമാണ് 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട്. ശരിയല്ലേ? അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമായിരുന്നു ഏത് നിയമമായിരുന്നു? റെഗുലേറ്റിംഗ് ആക്ട് 1773. ശരിയാണ് അല്ലെ? അപ്പൊ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇതിൽ ശരിയായ പ്രസ്താവനകൾ 1, 2, 4 ആണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താന് അനുമതി ലഭിച്ച ഒരു ഉടമ്പടിയായിരുന്നു ഏതെന്ന് പറയുന്നത്? റോയൽ ചാർട്ടർ അല്ലെ? അപ്പൊ ഈ റോയൽ ചാർട്ടറും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഫാക്ടറി
അതുമായി ബന്ധപ്പെട്ട റെഗുലേറ്റിംഗ് ആക്ട്, ഇതെല്ലാം എന്താണ്, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഈ റെഗുലേറ്റിംഗ് ആക്ട്, അപ്പൊ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച വർഷം, അല്ലെ, ഡച്ച് കമ്പനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എപ്പോഴായിരുന്നു? 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഡച്ച് കമ്പനി 602 കേട്ടാ. 602 ഡച്ച് കമ്പനി. അതുപോലെ തന്നെ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. പോർച്ചുഗീസ് കമ്പനി 1628 ഫ്രഞ്ച് ആണ് 1664. ഫ്രഞ്ച് 1664 കേട്ടാ. അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ കമ്പനി ആദ്യം എവിടെയാ സ്ഥാപിച്ചത്? സൂററ്റ്. കമ്പനി സ്ഥാപിച്ചത് 1600-കളിൽ സൂററ്റിലാണ് കമ്പനി ആദ്യമായിട്ട് സ്ഥാപിച്ചത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഒന്നാം കർണാട്ടിക് യുദ്ധവുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ഉൾപ്പെടുന്നത് താഴെ നൽകിയിരുന്നവയിൽ ഏതെല്ലാമാണെന്ന് തിരഞ്ഞെടുക്കുക. അല്ലെ, അതായത് ഒന്നാം കർണാട്ടിക് യുദ്ധവുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ഉൾപ്പെടുന്ന വസ്തുതകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാം കർണാട്ടിക് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം സെലക്ട് ചെയ്തോളൂ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന്. അല്ലെ, എന്താണ് കർണാട്ടിക് യുദ്ധങ്ങളിൽ? അതായത് യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാ അവകാശത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ് ഈ പറഞ്ഞ കർണാട്ടിക് യുദ്ധങ്ങൾ. അല്ലെ, ഒന്നാം കർണാട്ടിക് യുദ്ധം, രണ്ടാം കർണാട്ടിക് യുദ്ധം, മൂന്നാം കർണാട്ടിക് യുദ്ധം. അല്ലെ, അപ്പൊ ഇതിലേതാണ് ശരി? ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1746 മുതൽ 1748 വരെയാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണർ ആയിരുന്നു ഡ്യൂപ്ലേ. അതും ശരിയാണ്. ചാപ്ലെ സന്ധി പ്രകാരം ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചു. ശരിയല്ലേ? ശരിയാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധ പ്രകാരം ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് മദ്രാസ്. അതും ശരിയാണ്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഓക്കെ, നന്നായി പഠിക്കുക. അപ്പോ ആക്സ്ല ചാപ്ലെ സന്ധി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് എന്ത് ലഭിച്ചത്? അതായത് ആക്സ്ല ചാപ്ലെ സന്ധി പ്രകാരമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത്. ശരിയല്ലേ? ആ പ്രദേശം ഈ ഒരു ചാപ്ലെ സന്ധി മൂലം അവർക്ക് തിരിച്ചു ലഭിച്ച പ്രദേശം ഏതായിരുന്നു? മദ്രാസ് ആണ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്തവത്സര യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സഖ്യകക്ഷികൾ അല്ലെങ്കിൽ ഏതൊക്കെ ശക്തികൾ തമ്മിലായിരുന്നു സപ്തവത്സര യുദ്ധം നടന്നത്? സപ്തവത്സര യുദ്ധം നടന്നത് ഏതൊക്കെ ആളുകൾ, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഏതൊക്കെയായിരുന്നു സപ്തവത്സര യുദ്ധങ്ങളുടെ സന്ധികൾ? ആരൊക്കെയായിരുന്നു? ആരാണ്? ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ഫ്രാൻസ്, ഓപ്ഷൻ ബി റഷ്യ ഫ്രാൻസ്, ഓപ്ഷൻ സി ജർമ്മനിയും ഫ്രാൻസും, ഓപ്ഷൻ ഡി റഷ്യ ജർമ്മനി. ഏതാണ് ഇതില് ശരി ഉത്തരം? ഏതാണ്? ആരൊക്കെ തമ്മിലായിരുന്നു? ഓപ്ഷൻ എ ആണ്, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് സപ്തവത്സര യുദ്ധം. സപ്തവത്സരം പറഞ്ഞാൽ തന്നെ അറിയാം അല്ലെ, സപ്തം എത്രയാണ്? 7 സപ്തവത്സര യുദ്ധം ആരംഭിച്ച വർഷം എപ്പോഴാണ്? സപ്തവത്സര യുദ്ധം ആരംഭിച്ചത് 1756. ഓക്കെ, 1756 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു സപ്തവത്സര യുദ്ധം നടന്നത്. അല്ലെ, ഈ സപ്തവത്സര യുദ്ധത്തിന്റെ ഒരു അനന്തര ഫലം എന്നോണമാണ് ഒരു മൂന്നാം കർണാട്ടിക് യുദ്ധത്തെ നമ്മൾ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, വാണ്ടിവാഷ് യുദ്ധത്തെ സംബന്ധിച്ച തെറ്റായ വസ്തുതകൾ വിലയിരുത്തുക. വാണ്ടിവാഷ് യുദ്ധവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റായത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. വാണ്ടിവാഷ് യുദ്ധം നടന്നത് 1760 ആണ്. ശരിയല്ലേ? ശരിയാണ്. ഫ്രഞ്ച് അധിനിവേശത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച യുദ്ധമായിരുന്നു ഇത്. ശരിയാണോ? ഫ്രഞ്ച് അധിനിവേശത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച യുദ്ധമായിരുന്നു ഇത്. ആണോ? അതായത് ഫ്രഞ്ച് അധിനിവേശത്തിന് ഇന്ത്യയിൽ അവസാനം കുറിച്ചതാണ്, തുടക്കമല്ല. ഏതായിരുന്നു? അവസാനം. അല്ലെ, അതായത് അവസാനിക്കാൻ കാരണമായ യുദ്ധമായിരുന്നു വാണ്ടിവാഷ് യുദ്ധം. യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ശരിയാണോ? അതും തെറ്റാണ്. സംസ്ഥാനം ഏതായിരുന്നു? അത് തമിഴ്നാട് ആണ്. തമിഴ്നാട്. ഓക്കെ, അടുത്തത്, ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമായിരുന്നു ഇത്. ശരിയല്ലേ? അത് ശരിയാണ്.
അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് മാത്രമാണ്? തെറ്റായ പ്രസ്താവന 2ഉം 3ഉം മാത്രമാണ്. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം. 2ഉം 3ഉം മാത്രം തെറ്റ് അല്ലെ. വാണ്ടിവാഷ് യുദ്ധത്തില് അപ്പൊ 1760 വാണ്ടിവാഷ് യുദ്ധം നടന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അത് മാത്രമല്ല അതിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് സർ ഐർക്യൂട്ട് ആയിരുന്നു. അതേപോലെ തന്നെ ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗണ്ട് ഡി ലാലി ആണ്. കൗണ്ട് ഡി ലാലിയും അതേപോലെ തന്നെ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് സർ ഐർക്യൂട്ടും ആണ്. അപ്പൊ ഈ 2 ആൾക്കാരുടെ പേരൊന്ന് ഓർത്തു വെക്കുക കേട്ടാ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അല്ലെ, ഇവിടെ കുറെ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. വേഗം ഈ പ്രസ്താവനകൾ പരിശോധിക്കുക. അതിൽ നിന്ന് തെറ്റായവ എന്നാൽ ശരിയായ പ്രസ്താവനകൾ മാത്രം കണ്ടുപിടിക്കുക. അല്ലെ, ഏതൊക്കെയാണ് പ്രസ്താവനകൾ? വേഗം നോക്കൂ. ഓപ്ഷൻസ് ഒക്കെ കാണാമോ? നോക്കിക്കോളൂ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? അതായത് 1ാം മൈസൂർ യുദ്ധം നടന്നത് ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. അല്ലെ, എന്തുമായി ബന്ധപ്പെട്ടാണ്? തന്നിരിക്കുന്ന പ്രസ്താവനകൾ മൈസൂർ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പോ 1ാം മൈസൂർ യുദ്ധം നടന്നത് ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ശരിയല്ലേ? ശരിയാണ്. നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, ശരിയാണ്. 2, ഹൈദരാലിക്ക് മുമ്പ് മൈസൂർ ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. ശരിയാണോ? ഹൈദരാലിക്ക് മുമ്പ് മൈസൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി കൃഷ്ണദേവരായരാണോ? അല്ല, അതായത് കൃഷ്ണരാജ വൊഡയാർ ആണ്. ആരായിരുന്നു? കൃഷ്ണദേവരായരല്ല, കൃഷ്ണരാജ വൊഡയാർ ആണ്. കൃഷ്ണരാജ വൊഡയാർ. കൃഷ്ണരാജ വോഡയാറാണ് ട്ടാ. 2ാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി ആർക്കോട്ട് പിടിച്ചെടുത്തു. ശരിയല്ലേ? 2ാം മൈസൂർ യുദ്ധത്തോട് കൂടിയിട്ട് ഹൈദരാലി ആർക്കോട്ട് പിടിച്ചെടുത്തു. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം 3ാം മൈസൂർ യുദ്ധം അവസാനിച്ചു. 3ാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഏത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായവ? 1, 3, 4 ശരിയാണ്. ഉറപ്പല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. അപ്പൊ ദക്ഷിണേന്ത്യയില് ബ്രിട്ടീഷുകാർ ഈ മൈസൂർ സുൽത്താൻമാർ ഹൈദരാലിയും ടിപ്പു സുൽത്താൻ നമ്മളെ യുദ്ധങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് യാതൊരു കാരണവശാലും ആ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, അപ്പൊ ആ ഭാഗങ്ങൾ മൈസൂർ യുദ്ധം അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉടമ്പടികളും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ 1ാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു, നമുക്കതറിയാം. അതുപോലെ 1ാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മദ്രാസ് ഉടമ്പടിയാണ്. ഓക്കെ, 3ാം മൈസൂർ യുദ്ധമാണെങ്കിൽ അത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഹൈദരാലിക്ക് ശേഷം 2ാം മൈസൂർ യുദ്ധം നയിച്ചത് ടിപ്പു സുൽത്താൻ. അതും കൂടി ജസ്റ്റ് ഒന്ന് ഒന്ന് ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ടിപ്പു സുൽത്താനെ സംബന്ധിച്ച ശരിയായ വസ്തുതകൾ വിലയിരുത്തുക. അതും മൈസൂർ ഭരണാധികാരിയായ ടിപ്പുവിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, അപ്പോ ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ നോക്കുക. ആദ്യത്തെ, മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആണ്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ശരിയാണോ? ശരിയാണ്. അടുത്തത് നോക്കൂ, ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവനാണ് ആർതർ വെല്ലസ്ലി. അല്ലെ, ആർതർ വെല്ലസ്ലി ആണ് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവൻ. ശരിയാണ്. അതുപോലെ അടുത്ത പ്രസ്താവന നോക്കൂ, തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ടിപ്പു സുൽത്താൻ ആണ്. ആണോ? തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ആരാണ്? അത് ടിപ്പു സുൽത്താൻ അല്ല, ഫത്തുൽ മുജാഹിദീൻ. ഓക്കെ, ഫത്തുൽ ആയിരുന്നു, തുഫത്തുൽ അല്ല. ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയാണ് ടിപ്പുവിൻ്റെത്. ഓക്കെ, ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? അത് ടിപ്പു സുൽത്താൻ ആണ്.
ഓക്കെ, അടുത്ത പ്രസ്താവന. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താൻ ആണ്. ശരിയാണോ? തെറ്റാണ്. അതായത് പീരങ്കിപ്പടയല്ല, ആദ്യമായിട്ട് റോക്കറ്റ് സംവിധാനം ഉപയോഗിച്ച ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അപ്പൊ ഏതൊക്കെയാണ് ശരിയായ വസ്തുതകൾ? 1ഉം 2ഉം മാത്രമാണ് ശരിയായ വസ്തുത. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രം ശരിയാണ്. അല്ലെ? ടിപ്പു സുൽത്താന്റെ ആസ്ഥാനം ശ്രീരംഗപട്ടണമാണ്. അദ്ദേഹത്തിന്റെ മലബാറിലെ ആസ്ഥാനം വന്നിട്ട് ഫറൂഖാബാദ് ആണ്. ഓക്കെ, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആദർ വെല്ലസ്ലി ആണ്. അദ്ദേഹമാണ് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവൻ. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ ശവകുടീരം എവിടെയാണെന്നറിയാമോ ടിപ്പുവിന്റെ? അത് മൈസൂരിലാണ് കേട്ടോ. അത് മാത്രമല്ല, ടിപ്പു സുൽത്താൻ ജയന്തി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരു ദിനം ആചരിക്കുന്ന ഒരു സംസ്ഥാനമാണ്, ഇപ്പോഴും ആചരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് പീരങ്കിപ്പട കൊണ്ടുവന്നത് ആരാണ്? പീരങ്കിപ്പട ഉപയോഗിച്ചത് ബാബർ ആണ്. ആദ്യമായിട്ട് റോക്കറ്റ് സാങ്കേതിക വിദ്യയിലൂടെ യുദ്ധത്തെ നേരിടാമെന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് അങ്ങനെ ചെയ്തത് ടിപ്പു സുൽത്താൻ ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത്, പ്ലാസി യുദ്ധം സംബന്ധിച്ച വസ്തുതകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. അല്ലെ? നമ്മള് ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം പഠിക്കുമ്പോൾ യാതൊരു കാരണവശാലും ഒഴിവാക്കാനാകാത്ത ഒരു ടോപ്പിക്കാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്ലാസി യുദ്ധം. നമുക്ക് എല്ലാവർക്കും അറിയാം 1757 ആണ് പ്ലാസി യുദ്ധം നടന്ന വർഷം അല്ലെ? 1757. ഉറപ്പല്ലേ? നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന നമ്മൾ കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. വളരെ ശരിയാണ് അല്ലെ? അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും 1757 പ്ലാസി യുദ്ധമാണെന്ന് നമുക്ക് പറയാം. ഇരുട്ടറ ദുരന്തമാണ് പ്ലാസി യുദ്ധത്തിന് കാരണം. ശരിയാണോ? ഇരുട്ടറ യുദ്ധമാണ് പ്ലാസി യുദ്ധത്തിന് കാരണം. സിറാജ് ഉദ്ദൗളയും മിർജാഫറും തമ്മിലായിരുന്നു യുദ്ധം. ശരിയാണോ? അതായത് സിറാജ് ഉദ്ദൗളയും അതുപോലെ തന്നെ മിർജാഫർ അതായത് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്നു അല്ലെ? അവര് തമ്മിലായിരുന്നോ യുദ്ധം? അല്ല, സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷ് കമ്പനിയും തമ്മിലായിരുന്നു യുദ്ധം. അപ്പൊ അതില് നമ്മുടെ എന്താ പറയാ, അദ്ദേഹത്തിന് ഈ ഇതിൽ പരാജയപ്പെടാൻ കാരണമായ വ്യക്തിയാണ് അദ്ദേഹത്തിന് തന്നെ മന്ത്രി അല്ലെങ്കിൽ സൈന്യാധിപനായിട്ടുള്ള മിർജാഫർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് മാത്രമാണ് എന്ത്? തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായ ഉത്തരം. അല്ലെ? യുദ്ധം ആരൊക്കെയായിരുന്നു? അതായത് ബ്രിട്ടീഷ് സൈന്യവും സിറാജ് ഉദ്ദൗളയുമായിരുന്നു. അപ്പൊ ആ യുദ്ധത്തില് ഇദ്ദേഹത്തെ, അതായത് സിറാജ് ഉദ്ദൗളനെ പരാജയപ്പെടുത്താൻ കാരണമായി, ഇപ്പൊ ഒറ്റിക്കൊടുക്കാന്നൊക്കെ പറയില്ലേ, ചാരപ്പണി ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഈ മിർജാഫർ. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ആ യുദ്ധത്തില് ഇദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൽ ഏതാണ് ശരിയായ ജോഡി എന്ന് കണ്ടെത്തണേ. ബംഗാളിലെ മതസന്യാസിമാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സന്യാസി കലാപം. ശരിയല്ലേ? സന്യാസി കലാപം അതല്ലേ? മതസന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള കലാപമായിരുന്നു സന്യാസി കലാപം. വളരെ ശരിയായ പ്രസ്താവന. ബ്രിട്ടീഷുകാർക്കെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് കുക കലാപം. വളരെ ശരിയാണ്. അതും ശരിയാണ്. ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ സാന്താൾ ജനവിഭാഗത്തിൽ പെടുന്ന ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. ശരിയാണോ? അല്ലെ? സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട 2 നേതാക്കന്മാരാണ് സിദ്ധു കാനു അല്ലെ? അവരുടെ 2 പേര് മാത്രം നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. സാന്താൾ കലാപം, സിദ്ധു കാനു അല്ലെ? ബംഗാളിലെ മുസ്ലിം ജനവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ഫറാസി കലാപം എന്ന പേരിൽ അറിയപ്പെട്ടത്. ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായ ജോഡി? 1, 2, 3, 4 ഇവയെല്ലാം ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലെ? എല്ലാം ശരിയാണ്. സന്യാസി കലാപം, അതുപോലെ തന്നെ സാന്താൾ കലാപം, കുക കലാപം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അല്ലെ? ശരിയായവ കണ്ടെത്താനുള്ള ഒരു ചോദ്യം.
നോക്കിക്കോളൂ. ബോംബെ ഡെക്കാൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമാണ് റൈറ്റ് വാരി സമ്പ്രദായം. ശരിയാണോ? ശരിയാണ്. റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺറോ ആണ്. 1860-കളിൽ തോമസ് മൺറോ ആണ് റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ശരി. റൈറ്റ് വാരി കർഷകരിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചു. അതായത് നികുതികൾ കർഷകരിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചു എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് നികുതി കർഷകരിൽ നിന്ന് നേരിട്ട്, അതിന്റെ ഇടനിലക്കാരൊന്നും ഇല്ലാണ്ട് നേരിട്ട് ഈടാക്കി എന്നതാണ് ഈ പ്രസ്താവന കൊണ്ട് അർത്ഥമാക്കുന്നത്. അതും ശരിയാണ്. റൈറ്റ് വാരി ഏർപ്പെടുത്തിയ പ്രദേശങ്ങളാണ് മദ്രാസ്, ബോംബെ എന്നിവിടങ്ങൾ. ശരിയല്ലേ? അതും ശരിയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഏതാണ് ശരി ഉത്തരം? ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം, അല്ലെ? കർഷകരുടെ വരുമാനം ഇടനിലക്കാരൊന്നുമില്ലാതെ നേരിട്ട് പിരിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, നേരിട്ട് ഭരണാധികാരികൾക്ക് നൽകുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഈ ഒരു റൈറ്റ് വാരി സമ്പ്രദായം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ബോംബെ, ഡക്കാൻ പ്രദേശങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയത്. 1820-കളിൽ നമ്മുടെ തോമസ് മൺറോ ആണ് ഇത് നടപ്പിലാക്കിയത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ റൈറ്റ് വാരി സമ്പ്രദായം ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. അല്ലെ? ചോദ്യം കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതായത് എന്താണ് ചോദ്യം? ബലങ്ങളുമായി ബന്ധപ്പെട്ട, നമ്മുടെ സയൻസ് ക്വസ്റ്റ്യൻ തുടങ്ങി ബലങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കൂ, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അടിസ്ഥാന പ്രകൃതി ബലങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളതാണ് പ്രബല ആണവ ബലം. ശരിയാണോ? അത് ശരിയാണ്. അടുത്തത്, മുടിയിൽ ഉരസിയ പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിന് കാരണമായ ബലമാണ് കാന്തിക ബലം. ശരിയാണോ? ശരിയാണോ? കാന്തിക ബലമാണോ അതിന് പിന്നിലുള്ളത്? അല്ല, അത് സ്ഥിത വൈദ്യുത ബലമാണ്. സ്ഥിത വൈദ്യുത ബലമാണ് ഇതിന് കാരണം. അല്ലെ? നമ്മളെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ മാജിക് കാണിക്കാന്ന് പറഞ്ഞിട്ട് തലയിൽ ഇങ്ങനെ എണ്ണ ഒരുതിട്ട്, അല്ലെ, ഒന്നുമില്ലെങ്കിൽ സ്കെയിലില് പേപ്പർ ഒട്ടിക്കും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പേനയ്ക്ക് കടലാസ് കഷ്ണങ്ങളെ പേനയോ സ്കെയിലൊക്കെ നമ്മൾ ചോദിക്കും, അല്ലെ? അപ്പോഴ് അങ്ങനെയൊക്കെ മാജിക് കാണിക്കാറില്ലേ? അതെന്താണ്? കാന്തിക ബലമല്ല, സ്ഥിത വൈദ്യുത ബലമാണ് കേട്ടോ. മനുഷ്യരും മറ്റു ജീവജാലങ്ങളും പ്രവർത്തന ഫലമായി ഉപയോഗിക്കുന്ന ബലമാണ് പേശീബലം. വളരെ ശരിയാണ്. കയറ്, ചരട്, വയർ എന്നിവയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ബലമാണ് വലിവ് ബലം. അതും ശരിയാണ്. നമ്മുടെ ഉത്തരം ഏതാണ്? 1 ശരി, 3 ശരി, 4 ശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം, അല്ലെ? അതായത് എന്താണ് ബലം എന്ന് പറഞ്ഞാല്, നമ്മള് ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വലിപ്പത്തിനോ അതുപോലെ തന്നെ അതിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയണത്? ബലം അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയണത്, അല്ലെ? പ്രകൃതിയിലെ പ്രധാനപ്പെട്ട ബലങ്ങൾ ഏതൊക്കെയാ? എല്ലാവർക്കും അറിയാം. ഗുരുത്വബലം, വൈദ്യുതകാന്തിക ബലം, പ്രബല ആണവ ബലം, ഇതെല്ലാമാണ്, അല്ലെ? അപ്പോ ഈ ബലം പ്രയോഗിക്കുമ്പോൾ മാറ്റം സംഭവിക്കാറുണ്ടോ വസ്തുക്കൾക്ക്? അതിന്റെ ചിലപ്പോൾ വലിപ്പം മാറാറുണ്ട്, ആകൃതി മാറാറുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ചലനാവസ്ഥയ്ക്ക് നിശ്ചലാവസ്ഥയ്ക്കൊക്കെ മാറ്റം ഉണ്ടാക്കാൻ ഒരു കാരണമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ബലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘർഷണം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് ഘർഷണം കുറയ്ക്കാനുള്ള മാർഗങ്ങള്? ഘർഷണം കുറയ്ക്കാൻ ധാരാരഹിതമാക്കൽ, സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ്, ഗ്രീസ് ഉപയോഗിക്കുന്നു, പ്രതലങ്ങൾ മിനുസപ്പെടുത്തുന്നു. ഇതെല്ലാം എന്താണ് ശരി ഉത്തരം? ഏതാണ് ഇതില് ഘർഷണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഉൾപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഇവയെല്ലാം ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്.